എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെറൈറ്റി ആയുള്ള ഒരു ടേസ്റ്റാണ് ട്ടോ. ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ദേ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ദാ ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻസിൽ പിൻ ചെയ്തിട്ടേക്കാം ട്ടോ. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഴം ഇങ്ങനെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ ഇപ്പോൾ പഴമെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂട് പോയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ചൂട് പോകട്ടെ. ഇപ്പോൾ പഴത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം ഞാൻ ദേ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ ആ ബ്ലാക്ക് പാർട്ടില്ലേ അതൊന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പഴത്തിനൊക്കെ അനുസരിച്ചിട്ട് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ അതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ പഴത്തിൽ തന്നെ വേണം ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടോ ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നിയതിൻ്റെ പേരിൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ടൊക്കെ അത് വ്യത്യാസം വരും. നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സാധാരണയൊക്കെ നാളികേരം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി ട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ ഒരു നേന്ത്രപ്പഴം ദാ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ സ്വീറ്റിൽ ഈ നാളികേരവും പഴമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ അത് നന്നായിട്ട് കുറുകി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് നാളികേരപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം.
ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവില്ലേ, അത് നമുക്ക് എടുക്കാം. അപ്പോൾ കണ്ടോ കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഗോതമ്പ് പൊടി ആയതിൻ്റെ പേരിൽ നമ്മളെ കയ്യിലൊക്കെ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ നമ്മളിങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെ കൈയൊന്ന് നനച്ചെടുത്തിട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ ആയാലും നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, കയ്യിലൊന്നും ഒട്ടാതെ. അപ്പോൾ ഇനി ഇത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മാവ് എടുത്തിട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ ഒരുപാട് വലുപ്പത്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം ഇതേപോലെയൊക്കെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മളെ ഫോർക്കില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടും. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനൊരു ഡിസൈനിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഇട്ടാലും മതി ട്ടോ. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ 2 ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുത്തന്നേ ഉള്ളൂ ട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ 2 ഷേപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗോതമ്പും പാലും മിക്സ് ചെയ്തിട്ടുള്ള ആ ബാറ്റർ അതൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടില്ലേ ആ ബോൾസ് എല്ലാം, അതെല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയൊക്കെ ആയതിൻ്റെ പേരിൽ തന്നെ എല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാം സെപ്പറേറ്റ് ആക്കി ആയിക്കോളും. പിന്നെ ഒട്ടിരിക്കൊന്നുമില്ല. ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കണം. ഈ ബോൾസ് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഈ ബോൾസ് എല്ലാം നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതെല്ലാം ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 350 ഗ്രാം ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതെല്ലാം ഒന്ന് കുറുകി അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടില്ലേ കണ്ടോ? അപ്പോൾ ഈ സമയമാവും നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ ആ മിക്സ് ഇല്ലേ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റിലേക്ക് നമ്മൾ കാഷ്യൂസോ റൈസിൻസോ ഇതൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നമ്മൾ ആ ബോൾസും അതുപോലെ തന്നെ ആ നാളികേരവും പഴമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു സ്വീറ്റിൻ്റെ ടേസ്റ്റ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടത് ചെറുതായിട്ട് ഇങ്ങനെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനിയും ഒരുപാട് നമ്മളങ്ങനെ തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇത്രയും മതി. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മളിങ്ങനെ സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് അങ്ങനെ തിക്കാക്കി എടുക്കണ്ട. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ചൂടോട് കൂടി കഴിക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിതിൻ്റെ ആ ബോൾസും അതുപോലെ തന്നെ ആ പഴവും നാളികേരമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്